ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മുരിങ്ങയിലും ചക്കക്കുരുവും വെച്ച് ഒരു തോരൻ്റെ അല്ലെങ്കിൽ ഒരു ഒഴിച്ചുകറിയാക്കാൻ വിധത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതാ കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ബാക്കിയുള്ളത് ഒന്നും കൂടെ വേവിക്കുക. അപ്പോൾ ഇനി വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. ഇപ്പം നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിടാണ്ടാണ് ആദ്യം വേവിക്കേണ്ടത്, എന്നാൽ ഇത് നല്ലോണം വേവിച്ച് കിട്ടുള്ളൂ. ഇനി ഉപ്പിട്ട് ഒന്നും കൂടെ വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങയുടെ പകുതിയും അതുപോലെ 2 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു പച്ചമുളകും, എരിവിന് ആവശ്യമുള്ളത് കേട്ടോ, പച്ചമുളകും അതുപോലെ 4-5 വെളുത്തുള്ളി അല്ലിയും ഒരു 5-6 ചെറിയുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഞാൻ 2 പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് താഴ്ന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്നു വന്നതിലേക്ക് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഈ തേങ്ങ. എന്നതിന് ശേഷം മാത്രം തേങ്ങ അരച്ച വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഒന്ന് വെന്തതിന് ശേഷം ഇട്ടോ അതും കൂടെ ഇട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ അധികം കറിയായിട്ട് വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കുറച്ച് നീട്ടി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതിയിട്ടത്. ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.